ഹായ് പാർട്ട്നേഴ്സ്, നൗഷാദ് അക്കുറേറ്റ് WHD സീരീസിലേക്ക് വീണ്ടും സ്വാഗതം. പലർക്കും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്, വിത്ത്ഹോൾഡിംഗ് ടാക്സ് കണക്കാക്കേണ്ടത് ഇൻവോയ്സിലെ മുഴുവൻ തുകയുടെ മുകളിലാണോ അതോ പണം സ്വീകരിക്കുന്ന കമ്പനിയുടെ ലാഭത്തിൻ്റെ മുകളിലാണോ എന്നുള്ളത്. ഉത്തരം വളരെ വ്യക്തമാണ്. വിത്ത്ഹോൾഡിംഗ് ടാക്സ് എപ്പോഴും ഇൻവോയ്സിലെ മൊത്തം തുകയുടെ അഥവാ ഗ്രോസ് എമൗണ്ടിൻ്റെ മുകളിലാണ് കണക്കാക്കേണ്ടത്. നമ്മുടെ പഴയ ഉദാഹരണത്തിൽ ഇന്ത്യൻ IT കമ്പനി 1,00,000 റിയാലിൻ്റെ ഇൻവോയ്സ് ആണല്ലോ നൽകിയത്. അതുകൊണ്ട് നമ്മൾ 5% നികുതി കണക്കാക്കിയത് ആ 1,00,000 റിയാലിൻ്റെ മുകളിലാണ്. ആ ജോലിയിൽ ഇന്ത്യൻ കമ്പനിക്ക് എത്ര രൂപ ലാഭം കിട്ടിയെന്നോ അവരുടെ ചെലവുകൾ എന്തൊക്കെയായിരുന്നോ എന്നോ നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ അവരുടെ ലാഭം, അതായത് ഇന്ത്യൻ കമ്പനിയുടെ ലാഭം 20,000 റിയാൽ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ 80,000 റിയാൽ ആയിരിക്കാം. WHD കണക്കാക്കുമ്പോൾ അതൊരു വിഷയമേ അല്ല. ഇൻവോയ്സ് തുക എത്രയാണോ അതിൻ്റെ മുകളിൽ നിശ്ചിത ശതമാനം നികുതി കണക്കാക്കുക, പിടിച്ചു വെക്കുക, അടക്കുക, അത്ര തന്നെ. ഈ നിയമം കൃത്യമായി മനസ്സിലാക്കുന്നത് തെറ്റുകൾ ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കും. അടുത്ത എപ്പിസോഡിൽ നിയമപരമായി ആരാണ് ഒരു റെസിഡന്റ് എന്ന കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. Hope to see again. Thank you.